കരാട്ടെ കിഡ് ലെജൻസ് ആക്ച്വലി ഒരു ബിലോ ആവറേജ് സിനിമ, അത്രേ ഉള്ളൂ ഈ സിനിമ. ഈ പണ്ടത്തെ കഥ പുതിയൊരു പാക്കറ്റ് അവതരിപ്പിക്കുന്നു. ഈ സ്റ്റുഡിയോയിൽ കുറേ കാശുണ്ടെന്ന് തോന്നുന്നു, ജാക്കി ചാനൊക്കെ അവൈലബിലിറ്റി നോക്കിയിട്ട് സിനിമ ഇറക്കി. ഒരു തട്ടിക്കൂട് പടം, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല ഈ കരാട്ടെ കിഡ് ലെജൻസ്. എനിക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഈ സിനിമ. ബേസിക്കലി ഞാനൊരു ജാക്കി ചാൻ ഫാനാണ് പണ്ട് മുതൽ. കാരണം നമ്മുടെ മുമ്പിലേക്ക് കരാട്ടെ ഫൈറ്റൊക്കെ എത്തിച്ചത് മൂപ്പരാണ്. അതുപോലെ കോമഡി ഫൈറ്റ്സൊക്കെ നല്ല ഓസം ലെവലിലെ ഫൈറ്റ്സാണ് ജാക്കി ചാൻ എപ്പോഴും തന്നുകൊണ്ടിരുന്നത്. ആ ഒരു ഇത് വെച്ചിട്ട് പിന്നെ കരാട്ടെ കിഡ് 2010 ഇറങ്ങിയ ജേഡൻ സ്മിത്തും ജാക്കി ചാനൊക്കെ അഭിനയിച്ച സിനിമ എനിക്ക് നന്നായിട്ട് വർക്കായ സിനിമയാണ്. നല്ല കഥ, നല്ല ഇമോഷണൽ ഡെപ്ത്, നല്ല ആക്ടിങ്, എന്തുകൊണ്ടാണ് ആ പടം അടിപൊളിയായിരുന്നു. അപ്പം എൻ്റെ എക്സ്പെക്റ്റേഷനും കൂടുതലാണ് ഈ സിനിമ കാണാനായിട്ട്. പക്ഷേ സിനിമയുടെ ഉള്ളിലേക്ക് നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഒന്നുമില്ല, സെയിം കഥ വേറെ രീതിയിൽ പറയുന്നു. ഒരു കൊച്ച് വേറൊരു നാട്ടിലേക്ക് പോകുന്ന ഒരു പെണ്ണായിട്ട് കമ്പനി ആവുന്നു, ആ പെണ്ണിൻ്റെ കാമുനായിട്ട് അടിയുണ്ടാവുന്നു, ഒരു ടൂർണമെൻറ്റ് ഫൈറ്റ്, അത്രേ ഉള്ളൂ സിനിമ. പിന്നെ ഇതിൽ കുറേ കോമഡി ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലും. ഒരു കോമഡി ലെവലിലൊരു സ്ലൈറ്റ്ലി ഹ്യൂമൻ ടച്ചിലാണ് പടം ഫുള്ള് ഓടിച്ചത്. പിന്നെ ഫൈറ്റൊക്കെ അന്യായ ശോകം. ഈവൺ ആ ടൂർണമെൻറ്റ്, നമ്മൾ 2010 കരാട്ടെക്കുള്ള ടൂർണമെൻറ്റൊക്കെ അടിപൊളിയാണ്. ആ ഫൈറ്റൊക്കെ കാണാൻ അവർ വന്ന് ട്രെയിൻ ചെയ്യുന്ന രീതി എല്ലാം ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇത് വന്നപ്പോൾ ഒരു കഥയില്ലാത്തൊരു കഥ, അത്രേ ഉള്ളൂ ഈ സിനിമ. പിന്നെയും പറയാനുള്ള ഇടയിലൊരു ഫൈറ്റ് ഉണ്ട്, അത് ടൂർണമെൻറ്റിൻ്റെ ഒന്നുമല്ല, ഒരു 3 പേര് ഈ ചക്ക ഇടിച്ചിടുന്ന ഫൈറ്റ് ഉണ്ട്. അത് അന്യായ രസമായിരുന്നു, നന്നായിട്ട് വർക്കായ ഫൈറ്റ്. അല്ലാണ്ട് സിനിമ മൊത്തത്തിൽ നോക്കി നിങ്ങളിപ്പോൾ ഇത് OTT ഇറങ്ങി കണ്ടാലും വലിയ വിഷയമില്ലാത്ത അവിടെ, കാരണം തിയേറ്റർ മസ്റ്റ് വാച്ച് ഒന്നുമില്ല. കാരണം ഇതൊരു പിള്ളേർ പടം, ഒരു കഥയില്ലാത്തൊരു പടം, അത്രേ ഉള്ളൂ. ഈവൻ ടൂർണമെൻറ്റ്സ് പോലും അന്വേഷിച്ചു കൂർന്നു. എൻ്റെ അഭിപ്രായം അതാണ്. ബാക്കി നിങ്ങൾ കണ്ടവർക്ക് ആർക്കെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം.